അവസാനം ബി.ജെ.പിക്ക് മനസ്സിലായി ആ 100 കോടിയും വെറുതെയായി എന്ന്, അഥവാ വെള്ളത്തിൽ വരച്ച വരയായി എന്ന്. അതായത് നിങ്ങളും ഞാനും ഒക്കെ കണ്ടു തീർത്തത് 100 കോടിയാണെന്നേ, അത് പൊടിച്ചു തീർത്തത് ബി.ജെ.പിയുമാണ്. വിവിപാറ്റുകൾ എണ്ണേണ്ടതുണ്ടോ വേണ്ട എന്ന് സുപ്രീം കോടതി തന്നെ പറയുമ്പോൾ പലരും ഒന്ന് മടിച്ചു. ഈ തീച്ചൂളയിൽ വെന്തുരുകുമ്പോൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യാനൊന്നും തങ്ങളില്ല എന്ന മട്ടിൽ അവർ നിലപാടെടുത്തപ്പോൾ കുറഞ്ഞത് ഈ രാജ്യത്ത് രേഖപ്പെടുത്തേണ്ട വോട്ടുകളാണ് ഇല്ലാണ്ടുപോയത്. ജനാധിപത്യത്തിൽ ഉറപ്പിച്ചു വെക്കേണ്ട ഓരോ പൗരന്റെയും കടമയാണ് രേഖപ്പെടുത്താതെ പോയത്. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ പണി കിട്ടിയത് ബി.ജെ.പിക്ക് തന്നെയാണ്. 100 കോടിയും വെള്ളത്തിൽ വരച്ച വരയായി എന്നുള്ളതാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ ബി.ജെ.പിക്കും അവരെ പിന്താങ്ങുന്നവർക്കും എതിർക്കുന്നവർക്കും മനസ്സിലായ കാര്യം. എന്നാൽ അതേസമയം കയ്യിൽ അധികമായിട്ടൊന്നും ചെലവാക്കാനില്ലാതിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ 100 കോടി എന്നത് കണ്ണ് തള്ളിക്കുന്ന ഒന്നുമാണ്. പക്ഷെ കോൺഗ്രസ് സേഫ് ആണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഗൂഗിളും യൂട്യൂബിലും രാഷ്ട്രീയ പരസ്യം നൽകാൻ മാത്രം ബി.ജെ.പി ചെലവിട്ട് 100 കോടി രൂപയുടെ ഇത് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഡിജിറ്റൽ പരസ്യ പ്രചാരണത്തിനായി ഇത്രയേറെ പണം മുടക്കുന്ന രാജ്യത്തെ ആദ്യ പാർട്ടിയാണ് ബി.ജെ.പി എന്ന് ഗൂഗിൾ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2018 മെയ് 31-നും 2024 ഏപ്രിൽ 25-നും ഇടയിലാണ് ഇത്രയും അധികം ചെലവഴിച്ചത്. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് സംഭവിച്ചത് രണ്ടാം ഘട്ടത്തിലാണ്. ബി.ജെ.പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതും കോൺഗ്രസിന്റെ കുതിപ്പാണ് എന്നുള്ളതാണ്. പോളിംഗ് ഒന്ന് കുറഞ്ഞപ്പോൾ അത് തന്നെ ബി.ജെ.പിക്ക് വിനയായി നിൽക്കുന്നതിനിടക്കാണ് കുതിച്ചു മുന്നേറിയത് കോൺഗ്രസ് ആണ് എന്ന് ബി.ജെ.പി തിരിച്ചറിഞ്ഞത്. പരമാവധി പൂട്ടിക്കെട്ടി വെച്ചപ്പോൾ ബി.ജെ.പി അറിഞ്ഞില്ല കോൺഗ്രസിന് ആ പൂട്ടഴിക്കാനാവുമെന്ന്. ഇത് രാജ്യത്തിന്റെ ചരിത്രം കുറിച്ച പാർട്ടിയാണെന്നേ, അവരേത് പൂട്ടും പൊട്ടിക്കും. അവർക്ക് വേണ്ടത് ജനാധിപത്യമാണ്. അതുകൊണ്ട് ഒടുക്കം പൂട്ട് പൊട്ടിച്ചു എന്ന് മാത്രമല്ല, വമ്പൻ കുതിപ്പിൽ നക്ഷത്രങ്ങൾ എണ്ണേണ്ടി വന്നു ഇതേ ബി.ജെ.പിക്ക്. അതായത് ലോക്സഭ രണ്ടാം ഘട്ടത്തിൽ ഗൂഗിൾ പരസ്യങ്ങളിൽ ബി.ജെ.പിയേക്കാൾ മുന്നിൽ കോൺഗ്രസ് ആണ് എത്തിയത്. ഇതുവരെ 5.7 കോടി ചെലവഴിച്ചു, ബി.ജെ.പി 5.3 കോടി. മൂന്നാം സ്ഥാനത്തുള്ള YSR 1.76 കോടിയാണ് ചെലവഴിച്ചത്.